ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു മഴയും കാറ്റും ഒക്കെ ഉള്ള ഒരു സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു കോസി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജേർണലിംഗ് ചെയ്യാണ്. കഴിഞ്ഞ ജങ്സ് കളക്ട് ചെയ്യുന്ന ഷോർട്സ് ഇട്ടപ്പോൾ കുറെ പേർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ജേർണൽ ചെയ്യുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ മുന്നേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അതിന്റെ മുന്നേ നമുക്ക് ക്ലോക്കിൽ ബാറ്ററി ഇടണം. കഴിഞ്ഞ 2 വീഡിയോ മുന്നേ ഞാൻ തോന്നുന്നു ഞാൻ പറഞ്ഞത് ക്ലോക്കിൽ ബാറ്ററി ഇല്ല, ഞാൻ മാറ്റിയിട്ടില്ല എന്നൊക്കെ. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. അതുപോലെ നിങ്ങൾ എൻ്റെ OG സബ്സ്ക്രൈബർ ആണെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് പാക്കറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടാവും. ഞാൻ കുറേ മുന്നേയുള്ള വീഡിയോയിൽ ഇതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ജങ്ക് ജേർണലിംഗ് പോലെ അങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ ഈ ഒരു സംഭവങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ന്യൂ ഇയറിന്റെ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്തില്ലേ, അതിൽ എൻ്റെ പഴയ വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വെച്ച പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കളഞ്ഞില്ല. ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പം ചെയ്യുന്ന ജേർണൽ സ്പ്രെഡിൽ തന്നെ ഇതൊക്കെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ നോക്കി വേണ്ടത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇനി ഇതൊക്കെ കൊളാബറേഷൻ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴൊക്കെ ഈ താങ്ക് യു കാർട്ടോ താങ്ക് യു നോട്ട്സ് ഒക്കെ ഉണ്ടാവൂലേ, അതൊക്കെ ഞാൻ കളയാണ്ട് ഇങ്ങനെ എടുത്തു വെക്കും. നമ്മൾ ഈ മാഗസിൻ ലെറ്റേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്തെടുക്കുന്നില്ലേ, അതൊക്കെ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ മാഗസിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പേപ്പർ കട്ടിങ്സിനൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കാണ് വേണ്ടത്. പക്ഷെ നമ്മളൊരു എളുപ്പം എന്നുള്ള രീതിയിൽ ഇത് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, പ്രിന്റ് എടുക്കുന്നു. അതുപോലെ ഈ ഒരു സെയിം കവറും ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഏതാന്ന് എനിക്കും കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതിലും ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാനുള്ളത്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഇനിയും കുറേ ജങ്സ് കിട്ടും. പിന്നെ കുറേയൊക്കെ നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ച സെയിം സാധനം തന്നെയാണ്. ഇനി ഈ ഒരു സ്ക്രാപ്പ് ബുക്കിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇതെന്റെ 7ാം ക്ലാസ്സിലത്തെ ബുക്കാണ്. അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 7th അതുപോലെ ഇയറും എഴുതി വെച്ചിട്ടുണ്ട്. 2015, 2016. അപ്പൊ 10 വർഷമായി ഗൈസ് ഈ ബുക്ക്. ഇതൊക്കെ സ്കൂളിൽ നിന്ന് തന്നതാണ്. പക്ഷെ സ്കൂളിൽ നിന്ന് എങ്ങനെ യൂസ് ചെയ്യേണ്ടതൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഇതൊക്കെ പിന്നെ വെക്കേഷൻ ആയപ്പോഴോ എപ്പോഴൊക്കെയോ ഞാൻ അങ്ങനെ എന്തൊക്കെയോ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് അപ്പൊ കളർ പേപ്പർ എന്നൊന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടൂലായിരുന്നു. ഇതെന്തോ സ്കൂളിൽ നിന്ന് തന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് 10 വർഷമായി ആ ബുക്ക്, എന്നിട്ടും എന്റെ കയ്യിൽ അതുണ്ട്. യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ കൂടിയില്ല യൂസ് ചെയ്തത്. എന്നെ പോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ടീംസ് ഉണ്ടോ ഇതില്? ഇനി ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഓരോരോ പ്രോഡക്ട്സിന്റെ പാക്കിംഗ് ഐറ്റംസ് ആണ്. ഏതൊക്കെയോ കൊളാബ് വന്നപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടപ്പം കളയാതെ എടുത്തു വെച്ചതാണ്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാലോ. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയാണ്, നല്ല കോസി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ജേർണലിംഗ് ചെയ്യാമെന്ന്. പക്ഷെ നോക്കൂ ഗൈസ്, ഇനി മഴയ്ക്ക് മൂഡ് സ്വിങ്സ് വന്നതാണോ സൂര്യന് മൂഡ് സ്വിങ്സ് വന്നതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അതെന്തെങ്കിലും ആവട്ടെ. ഇത് ഞാൻ ആമസോണിന് കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. സെസ്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു മിനി ക്യാമറ പ്രിന്റർ ആണിത്. ഒരു ചെറിയ ക്യാമറ ആൻഡ് പ്രിന്റർ കോംബോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ നല്ല ക്യൂട്ട് ആണ്. കളർ ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ ബ്ലൂ ആൻഡ് പിങ്ക് ആണ്. ഞാൻ ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. ഓൾസോ ഇത് ചാർജബിൾ ആണ്. USB കേബിൾ ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഇനി ജേർണലിംഗിലേക്ക് കടക്കുന്നതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇതിന്റെ പല മോഡൽസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത്. കാരണം നമുക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റും, അത് പ്രിന്റ് എടുത്ത് വരികയും ചെയ്യും. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഇൻസ്ട്രക്ഷൻ കൂടെ കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇതൊരു തെർമൽ പ്രിന്റർ ആണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇത് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഒരു സ്റ്റോറേജ് ബാഗും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല കൺവീനിയന്റ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ കൂടെ കുറച്ച് പേപ്പർ റോൾസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പർ റോൾ ഒന്ന് ഓൾറെഡി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഈ ഒരു സ്പേസിലായിട്ടാണ് നമ്മൾ ഇടേണ്ടത്. യൂസ് ചെയ്യേണ്ട കാര്യമാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആണ്. അവിടെ ഒരു ക്യാമറ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷനിലേക്ക് വരും. ഇനി നമുക്ക് പിക്ചർ എടുക്കുക, പ്രിന്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. ക്ലിക്ക് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അത് നമ്മുടെ കയ്യിലെത്തും. ഇനിയിപ്പോൾ പ്രിന്റിന്റെ ക്വാളിറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഡീസെന്റ് ആണ്. ഇത് ഞാൻ ഉള്ളിൽ നിന്ന് എടുത്തോണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞാൻ പുറത്തു പോയിട്ട് ഒരു ഫ്ലവറിന്റെ പിക്ചറൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഈ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു പിക്ചർ ആണെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇനിയിപ്പോൾ ഫ്രണ്ട്സിനോട് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതെടുത്താൽ പിക്ചർ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ജേർണലിൽ ഒട്ടിക്കാം. അതൊക്കെ കൊണ്ട് എനിക്കിത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കുറച്ച് പേപ്പർ റോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ പേപ്പറും കളർ പേപ്പറും ഒക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തത് നമ്മൾ ജേർണലിംഗ് ചെയ്യാൻ
ചെയ്യാണല്ലോ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിന്റ് എടുക്കാനുണ്ട്. ഈ ഒരു പ്രിന്ററിൽ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണും ഈ പ്രിന്ററുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുക. നമ്മുടെ മൊബൈലിൽ ടൈനി പ്രിന്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഫോട്ടോ പ്രിന്റിംഗ് ഓപ്ഷൻ കൊടുത്താൽ ഗാലറിയിലുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ അപ്പം എടുത്ത ഫോട്ടോ ഒക്കെ പ്രിന്റ് എടുത്ത് വരും. ഇത് ആക്ച്വലി നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടെയാണ്. ഇപ്പൊ ജേർണലിംഗ് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒരാൾക്കോ ഒക്കെ ഈ ഒരു സംഭവം എന്തായാലും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ ഇഷ്ടാവും. അതുപോലെ നമ്മുടെ ആപ്പിൽ ഇപ്പൊ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും കുറെ ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റിക്കി നോട്ട്സ് ആണെങ്കിലും ഇങ്ങനത്തെ കുറെ ക്യൂട്ട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കൂടാതെ കുറെ ഓപ്ഷൻസും കാര്യങ്ങളും സെറ്റിംഗ്സും ഒക്കെ ഉണ്ട്. കുറെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇതിനെപ്പറ്റി. ഓവറോൾ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഫൺ ഗാഡ്ജറ്റ് ആണ്. നല്ല ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ജേർണലിംഗ്, സ്ക്രാപ്പ് ബുക്കിംഗ്, പിന്നെ ഗിഫ്റ്റിംഗ് ആയിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം, ഡു ചെക്ക് ഔട്ട്. അപ്പം ഞാൻ കുറച്ചധികം പിക്ചേഴ്സ് ഒക്കെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കുകയാണ്. ഓൾസോ ഞാൻ വാഷി ടേപ്പൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ബോക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയപ്പോൾ കുറച്ച് ഓർഗനൈസ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ പ്രിന്റ് ചെയ്ത പിക്ചേഴ്സ് ആയി, പിന്നെ കുറച്ച് വാഷി ടേപ്പ് ആയി, പിന്നെ നമ്മുടെ ജങ്സും ആയി. ഇനിയിപ്പോൾ നമുക്ക് ജേർണലിംഗ് ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ജേർണൽ എവിടുന്നാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ജേർണൽ ആമസോണിൽ നിന്നാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ തന്നെ പ്രിൻ്റൊക്കെ എടുത്ത് കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ചതാണ്. ഇത് പ്ലെയിൻ ബ്ലാക്ക് ആണ് ഇതിൻ്റെ കവർ വരുന്നത്. ഓൾസോ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം 6-ാം തീയതിയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ കമൻസിലൂടെ അല്ല വിന്നർ സെലക്ട് ചെയ്യുന്നത്, ഗൂഗിൾ ഫോം വഴിയാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു വീഡിയോന് കുറേ കമൻസ് വരുന്നുണ്ട്. ഒരാൾ തന്നെ 55 കമൻസ് ആണ് ഇടുന്നത്. അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്, കമൻസിലൂടെ അല്ല നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് എന്ന്. ഇങ്ങനെ കുറേ കമൻസ് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ കമൻസ് ഒന്നും എടുത്ത് കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ജേർണലിങ്ങിലേക്ക് കടക്കാം. വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഒരു ഏകദേശം ഇങ്ങനെയൊക്കെ വേണമെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മിനിമൽ ആയിട്ടാണ് ചെയ്യാറ്. അത് അങ്ങനെ ഇഷ്ടമായതുകൊണ്ടല്ല, ഇനിയിപ്പോൾ കൂടുതൽ ചെയ്തിട്ട് അത് കൊളായിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ജങ്ക് ജേർണലിംഗ് വരുന്നത്. ഇതിൽ നമ്മുടെ സ്പ്രെഡ് അല്ലെങ്കിൽ പേജ് മുഴുവനായിട്ട് ഫില്ലായിട്ട് നിൽക്കണം. ഫില്ലായിട്ടോ ഫുള്ളായിട്ടോ അങ്ങനെ നിൽക്കണം. ഞാനൊരു പിങ്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ ഒരു പിങ്ക് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു സ്ട്രൈപ്സ് വരുന്ന പേപ്പറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പിക്ചേഴ്സ് കട്ട് ചെയ്തെടുത്തില്ലേ, അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇഷ്ടമുള്ളതുപോലെ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം. പക്ഷെ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മളിങ്ങനെ ബുക്കിലൊക്കെ ഒട്ടിച്ച് ചെയ്യുന്നത്. കളക്ട് ചെയ്യുന്നല്ലാണ്ട് നമ്മൾ ബുക്കിൽ ഒട്ടിക്കാറില്ലല്ലോ. സോ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് അധികം. ഫണ്ണി പാർട്ട് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ ഈ ഒരു സൈഡിലായിട്ട് വാട്ട്സ് ഇൻ ദ ബോക്സ് ഉണ്ട്, അപ്പുറത്തെ തൊട്ട് ബാക്കിലത്തെ സൈഡിലായിട്ട് താങ്ക് യു എന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് സൈഡും ഇഷ്ടമായി. അപ്പോൾ ഒരു സൈഡിലേ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ, ഒരു സൈഡ് ഒട്ടിച്ച് അപ്പുറത്തെ സൈഡ് വെറുതെ ആവും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. പിന്നെന്താ, ഞാനൊരു ചോക്ലേറ്റ് കവർ എടുത്തിട്ട് ടിയർ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെന്താ, തോന്നുന്ന പോലെ എന്തും ഒട്ടിക്കാം. നിങ്ങളുടെ ഒരു സ്റ്റൈലിന് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. അതാണ് ഈ ഒരു ജേർണലിങ്ങിന്റെ പ്രത്യേകത. സൈഡിലായിട്ട് നമ്മുടെ പ്രിന്ററിൽ പ്രിന്റ് ചെയ്തെടുത്ത ഒരു മൂവീന്റെ പോസ്റ്റർ പോലത്തെ ഒരു സംഭവം കൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതെന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ആണ്, ലാ ലാ ലാൻഡ്. പിന്നെ ആ ഒരു ടാഗ് ഞാൻ വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുൾ ഫ്രീഡാണ്. യു ക്യാൻ സ്റ്റിക്ക് എനിത്തിങ് ആൻഡ് എവറിത്തിങ് എനിവെയർ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്രിന്റ് എടുത്ത പിക്ചേഴ്സും അതിന്റെ മുന്നേ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്തെടുത്ത് വെച്ച പിക്ചേഴ്സും ഒക്കെ അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് ബാൻഡാണ് നെയ്ബർഹുഡ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കൂടെ ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഷോർട്സിന്റെ സീരീസ് നല്ല കുറേ റെസ്പോൺസ് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ നമ്മുടെ മഴ ഇപ്പം ഇല്ല, കുറവാണ്. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിലൊരു ഇത് കിട്ടുന്നില്ല. സോ ഐ തോട്ട് നമുക്ക് സീരീസ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താലോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനത്തെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഒന്ന് നോക്കട്ടെ. എന്തായാലും എനിക്ക് 2-3 കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ പിന്നെ ടൈറ്റിൽ മാറ്റിയിട്ടിടണോ അല്ലെങ്കിൽ ഇതേ ടൈറ്റിൽ തന്നെ ആ 2 എപ്പിസോഡും കൂടെ പോസ്റ്റ് ചെയ്യണോന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യാം. അപ്പം നമ്മുടെ ജേർണൽ പേജ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പതിയെ ഇംപ്രൂവ് ആക്കി കൊണ്ടുവരണം. ഇനിയിപ്പോൾ എപ്പോഴുള്ള പരിപാടി, ഒരു ജേർണൽ പേജ് കഴിഞ്ഞാൽ പല പോയിന്റ് ഓഫ് വ്യൂവിലും ഞാനത് തുറന്ന് നോക്കും.
അപ്പൊ ഇന്ന് നമ്മുടെ സ്കൂൾ ആൻഡ് കോളേജ് റീ ഓപ്പണിംഗ് ഡേ ആയിരുന്നു. നിങ്ങളൊക്കെ ഇപ്പൊ വീട്ടിലെത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൗ വാസ് യുവർ ഡേ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? പിന്നെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? 2 മാസം വെറുതെ കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന് ക്ലാസ്സിൽ പോയപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളൊക്കെ റീ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇനി ഷോർട്സ് ഒക്കെ ഈവനിങ് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ദിവസം ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ലോങ് വീഡിയോ ഉണ്ടാവും. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയാം. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡ്രോപ്പ് യുവർ സജഷൻ ഇൻ ദ കമന്റ് ബോക്സ്. ഇനി നമുക്ക് നമ്മൾ ചെയ്ത ജേർണൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ? അപ്പോൾ ഇതാ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒട്ടിച്ചത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പിങ്ക് തീമിൽ വന്നപ്പോൾ തന്നെ കുറച്ച് ഫില്ലായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനിയും ഫില്ല് ചെയ്ത് പോകണം. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആണല്ലോ, വൈകാതെ നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്ത് ചെയ്യാം. ഫസ്റ്റ് ടൈം ഒക്കെയാണ് ചെയ്തത്, എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇനിയും ഫില്ല് ചെയ്ത് ചെയ്യണം, ഞാൻ പറഞ്ഞല്ലോ. എന്നാലും അത്യാവശ്യം ഞാൻ ചെയ്യുന്നതിനേക്കാളും പരമാവധി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത്, ജസ്റ്റ് ബി ഹാപ്പി ആൻഡ് യു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഐ ട്രൈഡ് സംതിങ് ന്യൂ ആൻഡ് ഐ എം സോ ഹാപ്പി. എപ്പോഴും പുതിയൊരു കാര്യം ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്കം കാണുമ്പോൾ നല്ല സന്തോഷമാവാറുണ്ട്. ഇന്ന് ശരിക്കും ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനൊരു ഹാപ്പി മോഡിലാണ്. ഹാപ്പി എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എനിക്കിത് ചെയ്യുമ്പോൾ എൻ്റെ ടോണ് കുറച്ച് ഹാപ്പി മോഡ് ആയതുപോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ആസ് യൂഷ്വൽ ഒരു ജേർണലിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മൊത്തം ഫ്ലിപ്പ് ചെയ്ത് പോകും. എനിക്കാണെങ്കിൽ ഈ ജേർണലിംഗ് കംപ്ലീറ്റ് ആക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാൻ വെറുതെ എല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാം. സ്റ്റിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഹോബീസും കൂടെ ചെയ്തു നോക്കുക. ഈ ഒരു പേജിലാണെങ്കിൽ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പർ കട്ടിംഗ് ആണ് ഒട്ടിച്ചത്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. എനിവേ ഇറ്റ് വാസ് നൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വേറെ എന്തെങ്കിലും ഐഡിയ ആയിട്ട് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.